ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ യൂട്യൂബിലൊക്കെ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന മിക്സിയൊക്കെ ഒഴിവാക്കി ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഇതാ. അരിക്കാനും ഒക്കത്തിനും ജ്യൂസ് ഉണ്ടാക്കാനും വരെ പറ്റും. ആ സാധനമാണ് ഈ നമ്മൾ മേടിച്ചിരിക്കുന്നത്. ഇതാ, നല്ല ഉപയോഗം ഉണ്ടാവും. അതിനുള്ളിൽ നല്ല മൂർച്ചയുള്ള ബ്ലേഡാണ്. ഒരു 5-6 പ്രാവശ്യം ആക്കിയാൽ തന്നെ ഉള്ളിയൊക്കെ കുനുക്കുന അരിഞ്ഞ് കിട്ടും. പിന്നെ ഇതാ ഒരു ചോക്ലേറ്റ് സിറപ്പുണ്ട് നമ്മളെടുത്ത്. ഇത് ഞങ്ങൾ ന്യൂട്ടെല്ലയുടെ പോലെയാണെന്ന് വിചാരിച്ച് വാങ്ങിയതാണ്. പക്ഷേ ഞങ്ങൾ തെറ്റി. കാരണം ഇത് ചോക്ലേറ്റ് സിറപ്പായിരുന്നു. പക്ഷേ ഇത് മേടിച്ചപ്പോൾ ഇത് കേടന്നിരിക്കുന്നതെന്ന് തോന്നുന്നത്. തീരെ രുചിയൊന്നുമില്ല. ഇതാണ് ഗൈസ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കോലമൊക്കെ. പിന്നെ നോമ്പ് കഴിയാനൊക്കെ ആയില്ലേ. അപ്പോൾ പെരുന്നാൾക്കും നോമ്പിനൊക്കെ ഉള്ള കുറച്ച് അരച്ചാളൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ. പിന്നെ കുറച്ച് മുട്ടകളും തണുത്താളൊക്കെ വെച്ചിക്കണേ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാൻ പോവാണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഇതെങ്ങനെ ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ യൂട്യൂബിൽ വിടുന്നുണ്ട്. ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാ, ഇത് ഒരു 7-8 ഓലയുടെ ഈർക്കിളികൾ ചെത്തി വൃത്തിയാക്കി അതിൻ്റെ മേലെ പ്ലാസ്റ്റർ, ഞാനിപ്പോൾ ഒരു പേപ്പർ ടാപ്പാണ് ഒട്ടിച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പല കളറുകളും എന്നിട്ട് കളർ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്തിൽ ഒരു മുട്ടുസൂചിയാണ് ഇത്. നിങ്ങളുടെ നാട്ടിൽ സേഫ്റ്റി പിന്നെ അത് കുത്തിക്കാണ്ട് അതവിടെ അതിൻ്റെ ബാക്കത്തെ ഒരു വട്ടവശം അത് ഇതിൻ്റെ ഉള്ളിൽ കയറ്റിക്കാണ്ട്, എന്നിട്ട് അതിൻ്റെ ലാസ്റ്റ് ഭാഗത്തിൽ കുറച്ച് പേപ്പർ ടാപ്പ് കൊണ്ട് ഒരു കട്ടിയായിരിക്കുന്നു. അപ്പോൾ ഇത് പോയില്ല. എന്നിട്ട് ഇവിടെ ഒരു നൂല് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ ലാസ്റ്റ് അടിയിൽ ഞാൻ പൈസ പോകണ്ട വിചാരിച്ചു കണ്ട് ചൂണ്ടക്കൊക്കെ വാങ്ങാതെ ഇതാ ഒരു മുട്ടുസൂചി എടുത്ത് അതിൻ്റെ ബാക്ക് ഭാഗത്തിലുള്ള വട്ടം കട്ട് ചെയ്തെടുത്ത് ഒരു ഇങ്ങനത്തെ ഷേപ്പാക്കി എടുത്തിരിക്കുകയാണ്. ഇതാണ്. ഇതായിട്ടൊക്കെ നല്ല മീൻ പിടിച്ചാൽ പറ്റും. നമ്മൾക്ക് കുറേ മീനുകൾ ഇതായിട്ട് കിട്ടിയതാണ്. ഇതാർക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നു.